ഈ വരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരം തന്നെ പിടിക്കാനാണ് എന്റെ തീരുമാനം. അതെ, എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല. മുഖ്യമന്ത്രി എന്ന കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നു. റിപ്പോർട്ടർ കേരളം വി.ഡി. നയിക്കും, വി.ഡി. സതീശൻ നയിക്കും. സതീശനായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. 13ാമത് മുഖ്യമന്ത്രിയായി കേരളത്തെ നയിക്കാൻ വി.ഡി. സതീശൻ എത്തുന്നു. അച്ഛനല്ലാതെ മറ്റാർക്ക് ആ ഒരു ദൈവിക ശക്തിയുള്ളത്? ഞാനതിൽ പള്ളി പോയി പറഞ്ഞാൽ ആദ്യം കണ്ടത് ഞാനാ. എന്റെ ശവത്തെ ചവിട്ടിന്റെ താനിതിലിരിക്കുള്ളൂ. നിനക്ക് പറ്റിയൊരു ശവപ്പെട്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ നിന്നെ കടത്താം. എല്ലാം ഓക്കെ ഇല്ലേ? എടാ മണ്ടന്മാരെ, നീയൊക്കെ പരസ്പരം അടിച്ച് ചത്തോ? കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. അതൃപ്തിയിൽ രമേശ് ചെന്നിത്തല എന്ന വാർത്ത കൂടി ഇഘട്ടത്തിൽ വരികയാണ്. കെ.സി. സന്തോഷം രേഖപ്പെടുത്തി പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. ആഭ്യന്തരം വിട്ടൊരു കാലിരിക്കില്ല. അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? ഇനിയെങ്കിലും ഈ പന്നത്തരം പറച്ചിലൊന്നും നിർത്ത്. അത് നടക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നേതൃസ്ഥാനത്ത് സജീവമായി തിളങ്ങി നിന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയശില്പി എന്നും ജനവിധിക്കപ്പുറം ജനാഭിലാഷം കൂടി കണക്കിലെടുത്തായിരിക്കണം മുഖ്യമന്ത്രിയെ പരിഗണിക്കാനെന്നുമുള്ള വലിയ ആവേശത്തിന്റെ പുറത്ത് ഇപ്പോഴിതാ വി.ഡി. സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. നല്ല വിഷമമുണ്ട്. സ്വാമിയെ, ഈ കസേര കാരണം ആരുടെയും തലപോവാതെ നോക്കണേ. ഇനി ഇച്ചിരി വിലം പിടിച്ചോട്ടെ. പിന്നെ